ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. നമ്മളെ ബ്ലാക്ക് ലീഫ് കായ പിടിച്ചത് നമ്മളെ പറഞ്ഞില്ല, നമ്മളിപ്പോൾ കട്ട് ചെയ്യാനായതുണ്ട്. നമ്മൾ അതായത് കസ്റ്റമേഴ്സ് വരുന്ന നമ്മളാൾക്കാർക്ക് റിവ്യൂ പറയാനൊക്കെ ഇവിടെ പറ്റിയതും ഒന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മദർ പ്ലാന്റിൻ്റെ ഒന്നും കൂടി നമ്മൾ കാണിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ട നമ്മൾ ഈ ന്യൂ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഇറക്കി നമ്മൾ ഈ സാധനം ഈ പ്ലാന്റിൻ്റെ നമ്മളിത് വിറ്റിട്ടുള്ളൂ. ന്യൂ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ വെക്കേണ്ടിയിൽ ബ്ലാക്ക് ലീഫ് പറയും. പക്ഷേ നമ്മൾ ന്യൂ ക്രിസ്റ്റലിന് ശരിക്കും പേര്. പക്ഷേ നമ്മൾ പറഞ്ഞ ഇറക്കിയിൽ ഒന്നും കൂടി നമ്മൾ പറഞ്ഞു നമ്മൾ ഇറക്കിയ പ്ലാന്റ് ഇത് കായ്ച്ചിട്ടുള്ളൂ. വേറെ ആരും ഇറക്കിയത് നമ്മളിങ്ങനെ റിസൾട്ട് അതും എത്തിയിട്ടില്ല. അതിൻ്റെ പ്ലാന്റുകൾ കണ്ടില്ല, ഇതൊക്കെ കണ്ടില്ലേ. ഇതിപ്പോൾ ഞാൻ ഇതിന് നമുക്ക് മറ്റേ പൊട്ടിക്കാനായത് നമുക്ക് വേറെ കാണിക്കാം. കണ്ടില്ലേ, ഇതൊക്കെ നല്ല കായപിടുത്തം ഒന്ന് കാണിക്കാൻ വേണ്ടി ഉള്ളതാണ് ബ്ലാക്ക് ലീഫ് പറഞ്ഞ കണ്ടുള്ളത്. ഇതിപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടുള്ളൂ, 2 വർഷമായിട്ടുള്ളൂ. 2 വർഷമായ പ്ലാന്റാണ് ഇത്. നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ പിന്നെയും പറയണോ, നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു സോപ്പും കഷ്ടം ഇട്ടെടുത്താലും മതി. സോപ്പും കഷ്ടത്തിലേറെ നല്ലത് അതിലേറെ ഒരു 13% കൂടുതലുള്ള സാധനമാണ് സോഡിയം ഹൈപ്പോക്ലോറേറ്റ് അറിയാം. അതായത് നമ്മളെ സ്വിമ്മിംഗ് പൂള് അങ്ങനത്തെ അതിനൊക്കെ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന സാധനമാണ് സോഡിയം ഹൈപ്പോക്ലോറേറ്റ്. അത് 1 ലിറ്ററിന് 50 റുപ്യ ഉള്ളൂ കേട്ടോ. ഈ ആമസോണിലൊക്കെ കിട്ടും 5 ലിറ്റർ എത്ര 470 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ 1 ലിറ്ററിലേക്കൊക്കെ വേണമെങ്കിൽ നമ്മൾക്ക് സാധനം ഉണ്ട്. അതൊരു 1/2 ലിറ്റർ മതി. 1/2 ലിറ്റർ 3 ലിറ്റർ വെള്ളത്തേക്ക് കലക്കിയിട്ട് ഒരു മരത്തിന് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ മറ്റേ കൾട്ടാൻ്റെ മാതിരിയിൽ വേറെ മാതിരി നമുക്ക് കെമിക്കലോ പഴത്തിന് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. മറ്റേ കൾട്ടാറൊക്കെ ഇപ്പം മാവിനടിക്കുകയാണെങ്കിൽ ആ മാവ് മുരടിപ്പ് മാത്രമല്ല പഴത്തിന് മാങ്ങയ്ക്ക് വരെ നമ്മൾ തിന്നിന് നമുക്ക് വരെ കേട് വരും കൾട്ടാറ് അടിച്ച് കണ്ടായാലും. ആ സ്ഥാനത്ത് സോഡിയം ഹൈപ്പോക്ലോറേറ്റ് ആണ് സാധനം. ഒന്നുകൂടി പറയണം, നമ്മൾ ഈ എന്താണ് സ്വിമ്മിംഗ് പൂളൊക്കെ കുളിക്കണ അതിനൊക്കെ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന സാധനമാണ് സോഡിയം ഹൈപ്പോക്ലോറേറ്റ്. അപ്പോൾ അതിൻ്റെ പ്ലാന്റുകൾ നമ്മളിത് വലുത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ കാട്ടുമ്പോൾ വലുത് ഇങ്ങനെ ഉണ്ട്. ഈ സൈസൊക്കെ വലിയ വലിയ പ്ലാന്റുകൾ. പിന്നെ ഇതൊക്കെ ആ സൈസ് തന്നെയാണ്. ബ്ലാക്ക് ലീഫ് എങ്ങനെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ വരുന്നത്? ബ്ലാക്ക് നമ്മൾ 800 രൂപ. 800 രൂപ മുതലാണ് ബ്ലാക്ക് വരുന്നത്. 800 രൂപ. 800 രൂപേൻ്റെ പ്ലാന്റൊക്കെ നമ്മൾ നല്ല നല്ല പ്ലാന്റ് നമ്മൾ ഒന്നുകൂടി കാണിക്കാം. 800 പിന്നെ നമ്മൾ അതേമാതിരി തന്നെ ബദർ പറഞ്ഞ സാധനം അതാ ലീഫിംഗ് ലോങ്ങൻ. അതാ ലീഫിംഗ് ലോങ്ങൻ ബദർ എന്ന് പറയട്ടെ. ബദർ അതായത് തായ് വെറൈറ്റിയാണ്. ഇതിൻ്റെ ചെറുതൊക്കെ ഉണ്ട്, ചെറിയ പ്ലാന്റും ഉണ്ട്. 2000 റുപ്യ മുതലുള്ള തൈകളുണ്ട് ചെറുത്. അതായത് ഇനിയിപ്പോൾ 1500 ഉണ്ട്. അതിൻ്റെ ചെറുതാണെങ്കിൽ കുറച്ചും കൂടി ചെറുത് 1500 ഉണ്ട് കേട്ടോ. 1500 ഉണ്ട് ഇതിൻ്റെ ചെറിയ തൈ. നമുക്ക് തൈ കാണിക്കാം. നമ്മളെ പിമ്പോങ് ക്രീപ്പർ കേട്ടോ. ക്രീപ്പറിൻ്റെ പഴത്തിൻ്റെ വലുപ്പം കണ്ടില്ലേ, അവിടെയുള്ളൂ. പക്ഷേ സാധനം അത്രയും പ്ലസ്സാണ്. ഓ അങ്ങനെ മാത്രട്ടാ. എന്നാ ചട്ടിപ്പറമ്പ് നമുക്ക് അതിൽ പറ്റുമോ? ആ എന്തല്ലേ പേരായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ ക്രീപ്പറിൻ്റെ ഇത് കണ്ടില്ലേ കൊല. അല്ല ഞാൻ അതെ ഇനിയിപ്പോൾ ക്രീപ്പറിൻ്റെ മച്ചതാണ്. നമ്മളെന്താ വെച്ചാൽ ഇവിടെ വലിയ വലിയ കായുണ്ട്. അതിന് ചെറിയ ചെറിയ പൂതൊക്കെ എപ്പോഴും ഇങ്ങനെ സാധനം ഇങ്ങനെ നല്ല ഇതിലിങ്ങനെ ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്നതാണ്. വലുപ്പമാണുള്ളൂ ഇതന്നെ. നല്ല ഇതിൻ്റെ വലുപ്പം കണ്ടില്ല, സൈസ് ഉണ്ടോ? ഞാൻ ഇതിൻ്റെയൊക്കെ അവിടെ ചെറിയ ചെറിയ കായ് ഇതാ, ചെറിയ അതിൻ്റെ ഫ്ലവർ അതാ. അപ്പോൾ നമ്മളെ ബ്ലാക്ക് ലീഫ് കട്ട് ചെയ്യണം കേട്ടോ. ഇതട്ടെ കട്ടിങ്ങാണേ. ഹാഫാക്കി കട്ട് ചെയ്യണതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എങ്ങനെ ഫുൾ ഇങ്ങോട്ട് കട്ട് ചെയ്യണോ? അങ്ങനെ കയറ്റി കട്ടും ബ്രാഞ്ചസ് കൂടുതൽ വരും. കുറച്ച് ചുള്ളി പെട്ടെന്ന് തെളിരൊക്കെ വേഗം വരും. നമ്മളെ ന്യൂ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ സാധനം കണ്ടോ, ചെറിയ സീഡാണ്. ഫുള്ള് ഫ്ലഷ് കണ്ടില്ലേ, ചെറിയ സീഡാണ്. പിമ്പോങ്ങിലാറ് മധുരം, ക്രീപ്പറിലൊക്കെ നല്ല മധുരം ഇതന്നെ കേട്ടോ. ബ്ലാക്ക് ലോങ്ങിനല്ലേ. അപ്പോൾ ഇന്നും നാളെയും പെയിൻറ്റോക്ക് ഓരോ കായ് നമുക്ക്, അതായത് ഇതിൻ്റെ സാധനം കാണാൻ വേണ്ടിയുള്ള നമുക്ക് സാമ്പിള് ടേസ്റ്റ് വെക്കാനൊക്കെ കൊടുക്കുക.
തോണ്ട് ഇതിലേറെ അയക്കുന്നുണ്ട് മറ്റാ. നമുക്ക് വിശ്വസിച്ച് വെക്കാൻ പറ്റിയ ഒരു സാധനമാണല്ലോ ഈ ബ്ലാക്ക് ലീഫ് ലോങ്ങൻ. മുന്തിരിക്കോലല്ലേ, മുന്തിരിക്കോല കണ്ടില്ലേ? കണ്ട 2 കൊല പൊട്ടിച്ചണ്ടില്ല ഇപ്പത് തന്നെ കണ്ടില്ലേ? ഇതാണ് ബ്ലാക്ക് അല്ലേ? ആ ന്യൂ ക്രിസ്റ്റൽ നമ്മളെ അത് അതിനിപ്പോൾ ചെറിയ ചെറിയ അതാ ഇത് ഞാൻ ആവണുള്ളൂ, അല്പമായി വരാണ്ട്. ഇതന്നെ ശരിക്കും ഒന്നുകൂടി ആകാണ്ട്. അതിൻ്റെ മുന്നേ നമ്മൾ പെരുന്നാളൊക്കെ ആയിട്ട് ആൾക്ക് ഈ വരുന്ന ആൾക്കാർക്ക് പൊട്ടിച്ചു വെക്കാൻ വേണ്ടി വെറുതെ പൊട്ടിച്ചാണ്, കട്ടേ ആവണുള്ളൂ. നമ്മൾ ട്രോപ്പിക്കൽ വാട്ടർ കേട്ടോ, ട്രോപ്പിക്കൽ വാട്ടർ ഇട്ടില്ലേ? അതായത് നമ്മൾ ഇതിൻ്റെ മുന്നേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിന 2500 ആ സൈസൊക്കെ ഇപ്പോൾ കായ പിടിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. 2500 ഒരു 1.5 വർഷം മുന്നേ, 2 വർഷം മുന്നേ നമ്മളെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അതിൽ വേറെ ആളുടെ ഇതേമാതിരി നല്ല കായ അയക്കുന്നു കേട്ടോ. വലിപ്പം കണ്ടില്ലേ? കാണുന്നില്ലേ? പായൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ പുതിയത് കണ്ടില്ലേ? ഫ്ലവറും ഇതൊക്കെ കണ്ടില്ലേ? മലേഷ്യനോ? ആ ഹൈബ്രിഡ് കിങ് ഹൈബ്രിഡ് കിങ് എന്നൊക്കെ പറഞ്ഞ സാധനം, മലേഷ്യൻ കിങ്. ഒരു കട്ടിങ് 100 റുപ്യ ഉള്ളൂ കേട്ടോ. ഒരു 6 മാസത്തിന് കായ്ക്കും ചെയ്യും. കലയത്തേലൂട്ടിയ വലുത് 200 കേട്ടോ. തന്നെ ഇനി 100 ഉണ്ട്. നമ്മൾ സാധാ നമ്മളെ 2 150 ഉണ്ട് കേട്ടോ. 2 150, ഇതിൻ്റെ അടിയിൽ 100 ഉണ്ട്. എന്താണ് നമ്മളത്? കുരുമുളക് വള്ളി തെക്കന് കൊമ്പുക്കന് സ്റ്റോക്കില്ല, അപ്പോൾ കരിമുണ്ടിയും പന്നീരും. പിന്നെ പൂനെ റെഡ് അത്തി പൂനെ റെഡ് 250, തുർക്കി 250 തന്നെ. കറിവേപ്പില ഹൈബ്രിഡൊക്കെ ഉണ്ട് 50 100. പിന്നെ 50 നല്ല പൂട്ട് സൈസ് 250 കായൊക്കെ പിടിച്ച്. അമ്പഴം അതിൻ്റെ വലുത് വേണ്ടത് 500, അതിൻ്റെ വലുത് വേണ്ടത് 700 1000 വലുപ്പത്തിന് സംഘം സാധനം ഉണ്ട് അമ്പഴമൊക്കെ. നല്ല സോപ്പ് നല്ല വലുതിട്ട് 250 വില വണ്ണുള്ളത്. അതുകൊണ്ട് ബടി മണിയുണ്ട്. പിന്നെ നല്ല ട്രോപ്പിക്കൽ ബട്ടർ ഉണ്ട് 250. പുലാസാൻ കായ പിടിച്ച കേട്ടോ, കൊയ്ത്ത് തുടങ്ങി. കുറച്ച് വലിയ ബ്രാൻഡാണ് 7 റുപ്യേൻ്റെ. അതിൻ്റെ ചെറുത് 3ൻ്റെ ഒക്കെ വേണമെങ്കിൽ പൂട്ട് അവിടെ വാറുണ്ട്. ക്ലോറേറ്റ് എന്ന സാധനം ഏത് നമ്മൾ ബ്ലീച്ചിങ്, അതായത് സ്വിമ്മിംഗ് പൂള് ഈ ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സാധനം, ബ്ലീച്ചിങ് സാധനമാണത് മെറ്റീരിയൽ. അത് പൊട്ടാസ്യം ക്ലോറേറ്റ് അല്ല, സോഡിയം ഹൈപ്പോ ക്ലോറേറ്റ് കേട്ടോ. ഇത് നമുക്ക് 1 ലിറ്റർ, ഇത് 50 കാനകൾ അങ്ങനത്തെ സാധനം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ 1 ലിറ്റർ കുപ്പിയിലാക്കി വെച്ചത് കഴിഞ്ഞാണ് ഇങ്ങനെ ഒരു കുപ്പിയിലാക്കി വെക്കും. 1 ലിറ്റർ കുപ്പിയിലാക്കി വെച്ചിട്ട് ഏത് ലോങ്ങിന് നമ്മൾ ബ്ലാക്ക് ലീഫ് എന്നില്ല, വേറെ നമ്മളെ ആരുടെങ്കിലും ഇതിന് മുന്നേ ഈ ഹോം ഗ്രൗണ്ടൊക്കെ സാധനം വാങ്ങിയ എഡോ സ്റ്റാർ അങ്ങനത്തെ ഒക്കെ കായ്ക്കാത്ത സാധനങ്ങൾക്കൊക്കെ ഡയമണ്ട് വേർ അതിനൊക്കെ കൊടുക്കുക. ഏറ്റവും നല്ലത് ഈ ഒക്ടോബർ നവംബർ ആ ടൈമിൽ കൊടുക്കുകയാണ്. എന്നാലും നമുക്ക് ഏപ്രിൽ പയം പൊട്ടിക്കണ തോതിലാവും. അത് കഴിഞ്ഞിട്ട് പിന്നെയും വേണമെങ്കിൽ കൊടുക്കുക. സീസൺ 2 പ്രാവശ്യമൊക്കെ ആക്കി എടുക്കുക. നമ്മൾ കമന്റിൽ ചോദിച്ചതാണ് കായ്ക്കാത്ത മാവിന് പറ്റൂല, ലോങ്ങിനെ പറ്റുള്ളൂ. ലോങ്ങിന് മാത്രമേ പറ്റുള്ളൂ. ലോങ്ങിന് പിന്നെ മാവിന് നമ്മൾ കൊടുത്തോ ഇതില്ല കേട്ടോ, പരീക്ഷിച്ച് നോക്കണം. ഇതിന് മുന്നേ നമ്മൾ കാട്ടിന് സോപ്പും കാശ് നേടും. അതായത് സോപ്പിൽ അതിലേക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ 5.5 ഉള്ളൂ. ഏത് ഈ സോപ്പ് നിർമ്മാണ കിറ്റിൽ വരുന്ന സാധനം, ഈ സോഡിയം നനകണ്ട് വരുന്ന സാധനം 5.5 ഇത് നമുക്കിപ്പോൾ നേരെ ഡയറക്റ്റ് ഈ ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. അതായത് സ്വിമ്മിംഗ് പൂളൊക്കെ ബ്ലീച്ചിങ്ങിന് ആ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന സാധനം അതിൽ 13 ചില്ലറുണ്ട്, 13.7 ഉണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല റിസൾട്ട്. കാരണം മറ്റേ നമ്മൾ അതിന് പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പം ഇനി സോപ്പും കഷ്ണം ഒഴിവാക്കിക്കാണ്ട് നേരെ എല്ലാവർക്കും ഈ സാധനം ഉണ്ട്, എത്ര സാധനം ഉണ്ട്, 1 ലിറ്റർ 50 റുപ്യ ആയിട്ട് കേട്ടോ. പിന്നെ ആമസോണിലൊക്കെ കിട്ടും 5 ലിറ്റർ 470 എന്നൊക്കെ പറഞ്ഞേക്കാണ്ട്. അതിലേറെ അത്ര റിസ്ക് ഇല്ല. അതൊക്കെ ഇപ്പോൾ കായ് കൂടും. നമ്മളിവിടെ 1 ലിറ്ററിൻ്റെ കുപ്പിയിൽ നിറച്ച് തരും 50 റുപ്യ. അതിന് അര മതി. ഒരു ഇങ്ങനത്തെ ഇതാ പീസ് എടുത്ത് ഇങ്ങനത്തെ ഒരു മരത്തിനൊക്കെ ഇടണമെങ്കിൽ, അല്ല വണ്ണം കൂടിയ നമ്മളെ കൈ ഇങ്ങനെ പിടിച്ചാൽ കൊള്ളിട്ട് മരത്തിനൊക്കെ ഇടണമെങ്കിൽ 1/2 ലിറ്റർക്ക് 3 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് നേരെ ചോട്ട് ഒഴിച്ചു കൊടുക്കുക. അന്നത്തെ ദിവസവും പിറ്റേ ദിവസം നനക്കരുത്. 2 ദിവസം നനക്കാതെ ഡ്രൈ ആയി കിടക്കുക. സാധനം കാണാൻ പറ്റുമോ? ഇത് സാധാ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കുപ്പി ഇത് സാധാ ഇതുമാതിരി വരിക. ഈ കറ കളിയുണ്ടൊക്കെ സാധനം തന്നെ ഒരു ബ്ലീച്ചിങ് ഇത് സാധനം വരിക. ക്ലോറേറ്റ് പറഞ്ഞാൽ
സാധാ നമ്മളെ കറ കളിൻ്റെ സാധനമാണിത്, എല്ലാം വേറെ ഒന്നുമില്ല. ആ സാധനം നമ്മളെ ബ്ലീച്ചിങ്ങിന് ക്ലോറക്സ് മൊയിലൊക്കെ വരുന്ന അതേ സ്മെല്ലേ കയറും. നസിഞ്ച് നോക്കിയാൽ അറിയാം, അതേ സ്മെല്ലാണ് വരിക. എന്താ സാധാ വെള്ളത്തിൻ്റെ മൊയില് തന്നെ ഏതാണ്ടാ കണ്ടില്ലേ, വെള്ള കളറിൻ്റെ വരും, സാധാ പച്ചവെള്ളത്തിൻ്റെ മൊയില് വരിക. പക്ഷെ ഇത് ക്ലീനിങ് ആണ്. അതായത് ഇനിയിപ്പോൾ ഏത് ചെറിയ ഇതുണ്ടെങ്കിലും അങ്ങോട്ട് ചളിന് അളകും, അവിടെ ചളി ഇങ്ങോട്ട് ഇളകിയിട്ടും പോരും. ഇത് പൊട്ടാഷ്യം അല്ല, പൊട്ടാഷ്യമൊക്കെ നമ്മളിവിടെ ബാൻഡഡ് ആണ്. ബാൻഡഡ് പറഞ്ഞാൽ നിരോധിച്ച, അതായത് നമ്മളതിൽ ബാൻഡഡ്. മറ്റേത് അങ്ങനെയല്ല. ഇത് നമ്മൾ ബ്ലീച്ചിങ്ങിനൊക്കെ ഉപയോഗിക്കുക, ആർക്കും ഉപയോഗിക്കുക വെച്ചിട്ട് നമ്മളെ മണ്ണിനും ദോഷമില്ല, നമ്മളെ പഴത്തിന് അതിന് ഫ്രൂട്ടുമേ ഏൽക്കില്ല, ഫ്രൂട്ട്സിനൊന്നും അതിനെ ഇതില്ല. മറ്റേ ഒന്നുകൂടി നമ്മൾ പറയുന്നത് ഇപ്പോൾ കൾട്ടാറൊക്കെ ആണെങ്കിൽ ആ മാങ്ങ കായ്ച്ചാൽ ആ മാങ്ങക്ക് വരെയൊക്കെ അതിന് പഴത്തുമ്പോൾ വരെ എഫക്റ്റ് ഉണ്ടാവും, അതിൻ്റെ വിഷം ഉണ്ടാവും. മറ്റേ ഒന്നും കുറ്റിക്കുരുളക് നല്ല വലിയ ചട്ടി ഉണ്ട് 350, ചെറിയ ചട്ടി 250. കുരുളകളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു തുടങ്ങി, നല്ല ബുഷായ തൈ. പിന്നെ സാധാ നമ്മൾ 250 ഉണ്ട് സീതപ്പഴം, അത് ഇത് ഗ്രീനാണ് 200. ഇനി ഇതിന് ഗോൾഡും റെഡും ഒക്കെ ഉണ്ട്, 250, 200 റെഡ് നല്ല തൈ. ഇതാ ഇത് 250. ഇനി 200 അതിൻ്റെ തന്നെ ഗോൾഡ് ഉണ്ട്, നമ്മൾ ആദ്യത്തെ സ്റ്റോക്ക് ചെയ്ത് കുറച്ച് നല്ല തൈ വന്നാണ്. പിന്നെ ഇതിൻ്റെ റെഡ് ഇതാ, റെഡും നല്ല സൈസ് ഉണ്ട് 250. ഇതിൻ്റെ ചെറിയത് സാധാ നമ്മൾ ആദ്യത്തെ 200 അവിടെ വേറെ ഉണ്ട്. ജാർവി റെഡ് പുതിയ പേര, കായ പിടിച്ചേ 300 രൂപ ഒക്കെ കായുള്ള തന്നെ കേട്ടോ. ജാർവി റെഡ്, ജാർവി റെഡ് ആ നല്ല കായ പിടുത്തുള്ളതാണ്, 300 രൂപ. പിന്നെ നമ്മൾ സാധാ ബട്ടർ ഉണ്ട്, ട്രോപ്പിക്കലൊക്കെ 250. ട്രോപ്പിക്കൽ ബട്ടർ ഇത് ബെഡ് ഇതൊക്കെ നല്ല ബെഡുകൾ 250. പിന്നെ പുതിയതെത്തി നല്ല മുന്തിരിപ്പേര, നല്ല കായ പിടിച്ച വലിയ പ്ലാന്റ് 300 രൂപയ്ക്ക്, വലിയ പ്ലാന്റ് മുന്തിരിപ്പേര. അതൊക്കെ വലുത് ഉണ്ടോ, ഒക്കെ 300 സൈസ്. മുന്തിരിപ്പേര കൊല കുത്തിയ മുന്തിന്റെ വലുപ്പം, മുന്തിരിപ്പേര പരണ്ടതാണ്, ചെറിയ പേര വരിക. വലിയ ബട്ടർ നമുക്ക് 2000, 2500 പല വലുപ്പത്തിലുണ്ട്. പിന്നെ അതാണ് ബ്ലാക്ക് ലീഫ്, നമ്മളെ ഏറ്റവും ചെറിയ പ്ലാന്റ് തന്നെ കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് ലീഫ്. നമ്മളെ 800 അല്ല പ്ലാന്റ്, 800 ബ്ലാക്ക് ലീഫ് പറഞ്ഞാൽ ശരിക്കും ന്യൂ ക്രിസ്റ്റൽ കിട്ടോ, മറ്റേ വേറെ BQ അങ്ങനൊന്നുമല്ല, സാധാ ന്യൂ ക്രിസ്റ്റൽ ആണ് സാധനം. ഇതിൽ പിന്നെ വേറെ ഇപ്പോൾ തായ്ലാൻഡ് വെറൈറ്റി വേറെ ഉണ്ട്, അത് നമുക്ക് എത്തിക്കണ ആവണുള്ളൂ.